സജീൻ സാറേ, ശരിക്കും ഇവിടെ മലക്കം മറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തന്നെ UDF-ന് ഇക്കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ടോ? ഇപ്പോൾ പറഞ്ഞു വിദഗ്ധ സമിതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി മാറ്റിവെക്കുന്നു എന്ന് പറയുന്നു. നേരത്തെ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇവിടെ അതിവേഗ റെയിൽപാത ഉറപ്പ് നൽകുന്നു. അപ്പോൾ അന്നൊന്നും പഠിച്ചില്ല, ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു, ജനങ്ങൾക്കൊരു വാഗ്ദാനം കൊടുത്തു എന്നതിനപ്പുറം ഇങ്ങനെ ഒരു കീറാമുട്ടി ഉണ്ട് എന്നിവർ മനസ്സിലാക്കിയില്ലേ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും ഈ മോഹന വാഗ്ദാനങ്ങൾ ധാരാളം നൽകാറുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പല കാര്യം, കാരണം കഴിഞ്ഞ സർക്കാർ, പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന എല്ലാ പദ്ധതികളും ജനവിരുദ്ധമായിരുന്നു. ഞങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. അവർ കൊണ്ടുവരാൻ ഇപ്പൊ മഞ്ഞക്കുറ്റി നാട്ടിയിട്ടുള്ള അർദ്ധ അതിവേഗ പാതയാണെങ്കിൽ ഇത് ഞങ്ങൾ പൂർണ്ണ അതിവേഗ പാതയായിട്ട് കൊണ്ടുവരാൻ പോകുന്നൊക്കെ പറയുമ്പോൾ ജനത്തിന് സ്വാഭാവികമായിട്ട് അതിൽ നേട്ടം ഉണ്ടാകും, ഒരു താല്പര്യമുണ്ടാകും. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന വാഗ്ദാനമാണ്. അത് നടപ്പാക്കാൻ കഴിയും എന്ന വിശ്വാസവും അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഇവിടെ ഈ ഭരണത്തിലെത്തുമ്പോഴാണ് ഇപ്പൊ നിലവിലുള്ള നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടത്. പക്ഷെ ഒറ്റയടിക്ക് ഞങ്ങൾ അത് പിന്മാറുന്നു എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതൊന്നും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. ജനങ്ങളോട് നേരത്തെ നൽകിയ വാഗ്ദാനം നടപ്പാക്കാൻ പറ്റില്ല എന്ന് ഇപ്പൊ പറയുമ്പോൾ അവരെ കുറിച്ച് എന്ത് വിലയിരുത്തും, എന്ത് പറയുന്നുള്ള ചിന്തയുണ്ട്. അതിനാണ് ഇങ്ങനെ പഠനം നടത്തി ഇതാണ് പഠനം നടത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. DMRCയെ പൂർണ്ണമായിട്ട് നടപ്പാക്കാനുള്ള എല്ലാ പഠനങ്ങളും നടത്താനല്ല ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് എന്റെ അറിവ്. അതായത് നിങ്ങൾ ഇതിന്റെ പാരിസ്ഥിതിക പഠനം നടത്തി തരണം, ഇതിന്റെ സാമ്പത്തിക ലാഭം, സാമ്പത്തികമായിട്ട് അത് എത്രമാത്രം ഫീസിബിൾ ആണ് എന്ന കാര്യം പഠിച്ചു തരാം. അങ്ങനെയൊന്നുമില്ല. ഇതിനാകെയുള്ളത് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള പ്രിലിമിനറി ഫീസിബിലിറ്റി റിപ്പോർട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതാണ് അവർ കൊടുക്കാൻ കഴിയുക. ഇനി അതിന് വെച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങാൻ ഈ റിപ്പോർട്ട് വെച്ചിട്ടല്ല പോവുക. അതിനുവേണ്ടി വേണ്ട റിപ്പോർട്ടൊക്കെ വേണ്ടി വരും. അത് പിന്നീട് തുടർ നടപടികളുടെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അതൊക്കെ നടപ്പാക്കുന്നത് ഇതെന്തോ ഒരു പോരായ്മയാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അതായത് ശ്രീധരനെ പോലെയുള്ള ഈ കാര്യത്തിലൊക്കെ വിദഗ്ധനായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ DMRCയെ പോലെയുള്ള ഒരു സ്ഥാപനം, അവർക്ക് ഇത് നടപ്പാക്കാൻ കഴിയുമോ, അതിനേതാണ്ട് എത്ര ചെലവ് വരുന്നാണ് പറയാൻ പറ്റുക. അപ്പോ അവിടെയാണ് ഈ ചരക്ക് ഗതാഗതം കൂടി വേണ്ടതാണെന്ന് ആദ്യം അവരോട് പറഞ്ഞിരുന്ന അവർക്ക് അതുകൂടി നോക്കി പറയുമായിരുന്നു. ഇപ്പോൾ അഖിൽ പറഞ്ഞൊരു കാര്യം എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറഞ്ഞത് ഇറ്റലിയിൽ പോയപ്പോൾ ഇത് ഉണ്ടായിരുന്നു പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം 6 വരിപ്പാതയാണ്. 6 വരിപ്പാത എലിവേറ്റഡ് ആണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നാൽ പോലും എലിവേറ്റഡ് ആണെങ്കിൽ എത്രമാത്രം ചെലവ് വരും? ഇത് 2 വരിയിൽ വരുന്ന, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വരുന്ന 2 വരിയിൽ വരുന്ന ഇതിന് DMRC പറഞ്ഞിട്ടുള്ള അതിന്റെ ഇരട്ടി ചെലവ് എന്നാണല്ലോ ഇപ്പോ അൻസാറോട് പറഞ്ഞില്ല. അപ്പം സ്വാഭാവികമായിട്ടും അത് 6 വരി പാതയാകുമ്പോൾ എത്രമാത്രം ചെലവ് വരും? അപ്പൊ അതൊക്കെ നടക്കാത്ത, പിന്നെ നമ്മുടെ ഈ പാത ഇത് പരമാവധി സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണല്ലോ വരേണ്ടത്. അത്രയും അതിവേഗ പാതയാവണമെങ്കിൽ ഇത് കാസർഗോഡ് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വിമാനത്താവളം എന്ന് പറയുന്നത് കണ്ണൂർ. അത് കണ്ണൂർ ടൗണിനടുത്തൊന്നുമില്ല, വളരെ അകലെയാണ്. അവിടെ അതുമായി ബന്ധപ്പെടുത്താനുള്ള സാധ്യത, നെടുമ്പാശ്ശേരിയുമായിട്ട്, കരിപ്പൂർ വിമാനത്താവളവുമായിട്ട് ഇങ്ങനെ എല്ലാം ബന്ധപ്പെടുത്തി പോകാവുന്ന സാധ്യതകൾ കൂടി വളരെ പ്രയാസമല്ലേ. അപ്പൊ അതൊക്കെ നടക്കില്ല എന്നറിയാം. അത് നടക്കില്ല എന്നറിഞ്ഞാൽ അത് തെറ്റുമല്ല. കാരണം പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം ഇതല്ല. ഇത്രയും ഭീകരമായ കാശ് ചെലവഴിക്കേണ്ട കാര്യമില്ല. കാരണം സർക്കാരിന് ഇവിടെ ചെലവഴിക്കാവുന്ന സാധാരണ റോഡുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, ആശുപത്രി കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇതൊക്കെ ചെയ്യട്ടെ. ഞങ്ങൾ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങൾ അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് നോക്കുമ്പോൾ നടക്കാത്ത ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുവിധം ജനങ്ങളൊക്കെ കയ്യടിക്കും. ഞാൻ എന്തായാലും കയ്യടിക്കും. കാരണം അതാണ് ശരിയായ രീതി. വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇത് 5 വർഷത്തിനിടയിൽ ഇങ്ങനെ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചാൽ പോലും, ഇപ്പോ തുടങ്ങിയാൽ പോലും അത് പൂർത്തിയാവില്ല. അപ്പൊ ശരിക്കും ചെയ്യേണ്ടത്, ഇവിടെ കുറെ പ്രശ്നങ്ങൾ, വീടില്ലാത്ത ആളുകൾ, തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഇങ്ങനെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചികിത്സ എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ ചികിത്സിക്കാൻ കാശില്ലാതെ മറ്റുള്ളവരുടെ സഹായത്തിനായിട്ട്
കൈ നീട്ടുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. സ്വകാര്യ മേഖലയിൽ, സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ ഇവിടെയുള്ള ഈ പെരിഫറൽ ഹോസ്പിറ്റലുകളും റഫറൽ ഹോസ്പിറ്റലൊക്കെ എല്ലാ സൗകര്യങ്ങളുമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇത്തരം കുറെ കാര്യങ്ങൾ ഒക്കെ ചെയ്യണം. അതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അതിന് കൈയടിക്കുമായിരുന്നു. എനിക്കൊരു സംശയം.